ആ നന്നായിട്ടുണ്ട്. അടി ഗംഭീരമാണ്. ഓ എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ. അനീഷ് കലക്കി. റിയാസ് ഖാൻ ഗംഭീരം. അതെ. ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ചൊരു വ്യത്യസ്ത കഥാപാത്രം നന്നായിട്ട് ചെയ്തിട്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും കണ്ടിട്ട് പറയട്ടെ. ഓക്കെ ശരി. അപ്പോൾ ഗായ്സ് പടം എങ്ങനെ അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു പടം? എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം. പിന്നെ സുധീരേട്ടൻ്റെ എൻ്റെ ആ ഒരു കണക്ഷൻ അറിയാമല്ലോ. ഓഫ് കോഴ്സ് സുധീരേട്ടൻ്റെ പടത്തിന് ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ ആര് വരും? അപ്പോൾ ഐ ഓൾവേസ് സപ്പോർട്ട് സുധീരേട്ടൻ. പിന്നെ എല്ലാവരും ആ മൂവിയിൽ അഭിനയിച്ച എല്ലാവരും ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് VFX പിന്നെ ആ വിഷ്വൽസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഭയങ്കര രസമുണ്ട്. എല്ലാ മൂവിയിലും ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിലാണ് നിങ്ങൾ കാര്യം ഇത് കൊടുക്കേണ്ടത്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ. ആ എഫേർട്ടിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലാതെ മൂവിയുടെ റിവ്യൂവിലല്ല. ഇപ്പം മലയാള സിനിമ എനിക്ക് തോന്നുന്നു മൂവി റിവ്യൂ ചെയ്തിട്ടാണ് ഓരോരുത്തർ കാണാൻ വേണ്ടി പോകുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആ എഫേർട്ടിന് നിങ്ങൾ കുറച്ചൊരു ഇത് കൊടുക്കണം, അല്ലാണ്ട് റിവ്യൂ ബേസിസ് അല്ല. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മൂവി കൊള്ളില്ല എന്താവോ? ഇല്ല. സോ യെസ്, എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ റിവ്യൂ പറയാനായിട്ടുള്ള ആളൊന്നുമല്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ശരിയല്ലേ? നല്ല അതേ നിവിൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ള നല്ല പടം. നന്നായിട്ടുണ്ട്. ഞാൻ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി സുന്ദരനായിട്ടുണ്ട്. ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ ആണല്ലേ? പൊങ്ങലിന് അടിച്ച് ഞാൻ താഴ്ത്തിക്കിട്ടതൊക്കെ. അതെ, ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ച് വ്യത്യസ്തമായ കഥാപാത്രം. മതിയെന്നേ, നല്ല പെർഫോമൻസ് ഒക്കെ കുറച്ച് മതി അല്ലേ? അതെ. പറയണ ഞാനിപ്പോൾ എന്നെ പൊക്കി പറയാൻ വേണ്ടി നിന്നെ കൊണ്ടുവന്നാണ്. നീ പറയണോ? അതെ, അത് നമ്മള് മറ്റേ ഇതാണോ എന്താ ചോദിച്ചെന്താ? ഞാൻ അല്ലാതെ ഞാൻ നന്നായിട്ടുണ്ടെന്നൊക്കെ നീ എന്നെ പറ്റി പൊക്കി പറ. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി ആണല്ലോ. ഞാനിപ്പോൾ എന്തിനാ പൊക്കി പറയേണ്ട ആവശ്യം? അത് പിന്നെ ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. അതിന് എനിക്ക് താല്പര്യമില്ല. ആർട്ടിഫിഷ്യലിലോട്ട് എനിക്ക് തീരെ താല്പര്യമില്ല. അല്ലെങ്കിൽ ചേട്ടാ, വളരെ സന്തോഷം തോന്നി. ഭയങ്കര സന്തോഷം തോന്നി. ഈ ലെവലിൽ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആളാണല്ലോ. അല്ല, ഞാനൊരു കാര്യമായിക്കോട്ടെ. സുധീരേട്ടൻ ഇപ്പോഴല്ലേ എന്നെ നിങ്ങൾ കാണാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സുധീരേട്ടൻ എന്ന് പറയുന്നത്. മലയാള സിനിമ പ്രായം പറയുന്നില്ല. അപ്പോൾ അതായത് മലയാള സിനിമയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു വ്യക്തി. അതിനിപ്പോൾ ഈ ലെവലൊന്നും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പം എന്നെ കണ്ടിട്ട് ഒരു 3 months മുന്നേ അല്ലേ? അതിന് മുന്നേ ഞാൻ ഇവിടെ വരുന്നൊരു വ്യക്തിയാണ്. ഇതേപോലെ ആരും നിന്നിട്ടില്ല. അപ്പം ഇദ്ദേഹത്തിന് പണ്ട് മുതൽ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് നിങ്ങളെ കാണിച്ചിട്ടൊക്കെ എനിക്ക് ഫുഡ് വാങ്ങിച്ച് തിന്നാൻ പറയുന്നത് എൻ്റെ കുഞ്ഞിലെ. ഓക്കെ. അപ്പം ആ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റും. പുള്ളി എപ്പോഴും ചെയ്യുന്നത് ഒരു വില്ലൻ ക്യാരക്ടർ ആണല്ലോ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ്. സോറി, എൻ്റെ മിസ്റ്റേക്കാണ്. പിന്നെ നായകനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പം അടുത്ത മൂവിയിൽ എവിടെയെങ്കിലൊക്കെ 2 സെക്കൻഡിൽ സ്ക്രീനിങ് കാണാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിങ്ങിലാണ്. ഏത് മൂവി കമ്മിറ്റ് ആയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആരാ പറഞ്ഞത്? ആരും പറഞ്ഞത്? ചെയ്യാൻ താല്പര്യമുണ്ടല്ലേ? വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോറി വന്നു കഴിഞ്ഞാൽ ചെയ്യും. അതിപ്പം മൂവിയിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടമില്ലാത്തവരാരാണുള്ളത്? ഇഷ്ടമില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു ബിഗ് സ്ക്രീനിൽ വരുന്നത് തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ്. ഇവനെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്നത്? ഇമെയിൽ വഴി ബന്ധപ്പെടാൻ പറ്റും. പിന്നെ വാട്സാപ്പ് മാനേജറുണ്ട്. ഇപ്പം ഞാൻ ഒഫീഷ്യലി ആ സാധനം കിട്ടത്തില്ല, വൈറൽ സ്ക്വാഡ്, അതിൽ ഞാൻ ഓൾറെഡി പാർട്ടാണ്. അപ്പം എൻ്റെ മാനേജറിനെ വിളിച്ചാൽ മതി. ഓക്കെ.
വെറും വർഷ അറിയില്ലേ? യാ, വെറും വർഷമായിട്ടൊക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ ലുലുമോളിലുണ്ടായിരുന്നല്ലോ വെറും വർഷമായിട്ട്. അന്ന് കണ്ടില്ല. ഞാൻ എന്താ കളങ്കാവിൽ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ പറയാൻ കൂടി ഞാൻ ആളല്ല. ഓക്കെ, ആവശ്യത്തിന് മാത്രം. പടത്തെക്കുറിച്ച് വലിയ സന്തോഷം. നമ്മൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ ഇത്രയും നന്നായി റെസ്പോൺസ് വന്നപ്പോൾ വലിയ ഭാഗ്യം, വലിയ സന്തോഷം. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പെട്ടതിനൊരു ഫലം ഉണ്ടായെന്നാണ് തോന്നുന്നത്. വലിയ സന്തോഷം. ഇപ്പോൾ എല്ലാവരും അഭിപ്രായം പറയുമ്പോൾ എല്ലാം നന്നായി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടിപൊളി. ഓഡിയൻസിൻ്റെ കൂടെ എപ്പോഴും കാണുന്ന സിനിമ. ഞാനും ഓഡിയൻ്റാണ്. എനിക്ക് വളരെ പേഴ്സണലി എൻ്റെ ബ്രദറാണ് അനീഷേട്ടൻ. അനീഷേട്ടനാണ് നായകന്മാരിൽ ഒരാൾ. അപ്പോൾ അനീഷേട്ടൻ വിളിച്ചിരുന്നു എന്തായാലും വരണം എന്നുള്ളത്. അനീഷേട്ടാ ഒരു മിനിറ്റ്. അനീഷേട്ടാ, കഴിഞ്ഞ 8-9 വർഷമായിട്ട് എൻ്റെ സഹോദരനാണ്. അല്ലാത്ത സമയത്തും ഞങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അനീഷേട്ടനാണ് നായകന്മാരിൽ ഒരാൾ. അത് വളരെ ഞാൻ എന്നോട് ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് എന്ന്. അനീഷേട്ടൻ ഇന്നലെ പറയണ്ടായി അനീഷേട്ടൻ എങ്ങനെ ഒരു നായകനൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അനീഷേട്ടൻ ഭയങ്കര, അനീഷേട്ടന് വേറെ എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ 1, 2, 3 പറയുക അഭിനയിക്കാനാണെന്നേ പറയുള്ളൂ. അങ്ങനെ ഉറക്കത്തിലും അത് ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതെന്തായാലും സക്സസ് ആയിട്ടുണ്ട്. നല്ല പടം, നല്ല പടം. എല്ലാവരും നന്നായി അഭിനയിച്ചിരിക്കുന്നു. അതായത് ഒരു ഫാമിലിക്ക് ധൈര്യമായിട്ട് വന്നത്, ഇപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും, ഒരു അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ഹിന്ദു ജോണറിലുള്ളൊരു പടം എന്ന് കാണണ്ട, എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ. പടം